ഇറ്റ്സ് ദ ഹോളി സ്പിരിറ്റ്. ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ആത്മാവാണ്. അത്രയ്ക്കും എന്താണ് പരിശുദ്ധാത്മാവിനെ ഗോഡ് ഹെഡുമായിട്ട് മാറ്റിവെക്കാൻ പറ്റാത്തത്ര ക്ലോസ് അസോസിയേഷൻ ഓർ മേ ബി ദ ഹ്യൂമൻ വേർഡ്സ് ദാറ്റ് വി യൂസ് അതൊന്നും അതിന് യോജിക്കുന്നതായിരിക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്മളുടെ വാക്കിന്റെ വൊക്കാബുലറിയുടെ പരിമിതി കൊണ്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്, അല്ലെ? വൊക്കാബുലറി പരിമിതി കൊണ്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അത്രയ്ക്കും ദൈവത്തിന്റെ പ്രവർത്തനം നമ്മൾ കാണുന്നത്, പരിശുദ്ധാത്മാവിന്റെ ആ പ്രവർത്തനം വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുകയാണ്. വേദപുസ്തകം ഉടനീളം ദൈവത്തിന്റെ വെളിപ്പാടുകളാണ്. ഏതൊരു ഭാഗം എടുത്തു കഴിഞ്ഞാലും ഇറ്റ് റിവീൽസ് ദ ക്യാരക്ടർ ഓഫ് ഗാഡ്, ഇറ്റ് റിവീൽസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഗാഡ്, ദ യുണീക്നെസ് ഓഫ് ഗാഡ്. ഗാഡ് വെളിപ്പാടെന്ന് പറഞ്ഞാൽ അതാണ്. ഇറ്റ് ഈസ് ദ യുണീക്നെസ്. അവർ ഗാഡ് ഈസ് എ ഡിഫറെന്റ് ഗാഡ്. അവർ ഗാഡ് ഈസ് നോട്ട് ലൈക്ക് അവർ ഗാഡ്. അവർ ഗാഡ് ഈസ് യുണീക്ക്. നമ്മുടെ ദൈവം അനന്യനാണെന്നുള്ളതാണ് വാസ്തവത്തിൽ വേദപുസ്തകത്തിന്റെ സന്ദേശം. ഇറ്റ്സ് നോട്ട് ലൈക്ക് അവർ ഗാഡ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രയോജനമൊന്നുമില്ല, അല്ലെ? മറ്റുള്ള ദൈവങ്ങളെ പോലെ തന്നെയാണെങ്കിൽ നമ്മുടെ ദൈവത്തെ നമ്മൾ വിളിക്കുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. എന്നാൽ ഇവിടെ ആദ്യം തന്നെ ഒന്ന് നോക്കിക്കേ, ദൈവത്തെ നമ്മൾ കാണുന്നത് എന്താണ്? ഒന്നാമത്തെ വാക്യം തന്നെ എന്താ പറയുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ എന്ത് കാണുന്നു? പ്രവർത്തന നിരതനായ ദൈവത്തെ നമ്മൾ കാണുന്നു, ഒന്നാമത്തെ വാക്യത്തിൽ തന്നെ. ഇനി രണ്ടാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അവിടെ ആത്മാവ് എന്താണ്? ഒരു ആക്റ്റീവ് പാർട്ടുണ്ട്. ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു കിടക്കുന്ന ആത്മാവൊന്നുമല്ല. ഡോണ്ട് തിങ്ക് ദാറ്റ് നമ്മുടെ വാക്ക്, ഞാൻ പറഞ്ഞത് നമ്മുടെ വേദപുസ്തകത്തിലെ വൊക്കാബുലറിയും നമ്മുടെ വ്യാവഹാരിക തലത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും എല്ലാം കൂടെ കൂടിക്കൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പലപ്പോഴും വേദപുസ്തകത്തിലെ സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഇവിടെ പറയാണ് പരിശുദ്ധാത്മാവ് വെറുതെ അലഞ്ഞു നടക്കുകയൊന്നുമല്ല. പരിശുദ്ധാത്മാവ് സ്പെസിഫിക് ആയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. മൂവിങ് ഓവർ ദ ഡീപ്. ആഴത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം പ്രവർത്തന നിരതനാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതനാണ്. അടുത്തെന്താണ്? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അവിടെ പ്രവർത്തന നിരതനായ വചനവും എന്താണ്? പ്രവർത്തന നിരതനായി തീരുകയാണ്. ഇത് മൂന്നും സൃഷ്ടിയിൽ ഭാഗമാക്കുകയാണ്. God created the heavens and earth, and the Spirit of the Lord was moving over the creation, and God said, let there be light, and there was light. And അവിടെ എന്താണ്? സൃഷ്ടി നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സൃഷ്ടി നടക്കുകയാണ്. അവൻ പ്രവർത്തന നിരതനായ ദൈവമാണ്. അവന്റെ പ്രവൃത്തി എന്താണ്? പ്രവൃത്തി എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ അല്ല, സൃഷ്ടിയാണ്, അല്ലേ? ദൈവം എന്തെങ്കിലും നശിപ്പിക്കാൻ വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? സൃഷ്ടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ദൈവത്തിന്റെ യുണീക്നെസിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ദൈവത്തിന്റെ യുണീക്നെസ് അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് എടുത്തു പഠിക്കുകയാണ്. ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അല്ലെങ്കിൽ അതിൽ തന്നെ എന്തുണ്ട്? പരിശുദ്ധാത്മാവും ഉള്ളടങ്ങിയിട്ടുണ്ട്. ദൈവം എന്തിനു വേണ്ടിയാണ് സൃഷ്ടി നടത്തുന്നത്? നമ്മളെല്ലാം പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലപ്പോഴും നമ്മുടെ ആളുകളെല്ലാം പറയുന്ന, അല്ലെങ്കിൽ എന്തോ കാര്യത്തിന് വേണ്ടിയാണ് ദൈവം ഈ കാര്യമൊക്കെ ചെയ്തല്ലേ? നമ്മുടെ ആളുകളൊക്കെ ചിലപ്പോൾ പറയുന്നില്ലേ, ദൈവം നമ്മളെ ഇങ്ങനത്തെ സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ, ചിലപ്പോഴെങ്കിലും അതൊക്കെ പറഞ്ഞിട്ടില്ലാത്തവർ കാണത്തില്ലെന്ന് എന്റെ ചിന്ത. ജീവിതത്തിൽ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ ഏറ്റവും പ്രതിസന്ധികളുടെ ഒരു മൂർധന്യാവസ്ഥ നമ്മളെന്ന് പറയും. എന്തോ കാര്യത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ പടച്ചത്, അല്ലേ? അത് കറക്റ്റ് വാക്ക്. പടച്ചത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഒരു ചോദ്യം. ദൈവം എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? ദൈവം ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു, ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം എല്ലാ കാലയളവിലുള്ള ചോദ്യമാണ്. അത് മനസ്സിലാകാതെ വന്നപ്പോഴത്തേക്ക് ആളുകൾ പല ഉത്തരങ്ങൾ കൊടുത്തു. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഉത്തരമാണ്, ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീല എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കളിയാണ്. നമുക്ക് ഈ കഷ്ടപ്പാടുമെല്ലാം തന്നിട്ട് ദൈവം അതൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ഇരുന്ന് കൈ കൊട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ പിള്ളേരെ കൊച്ച് ഇതിനെ എടുക്കത്തില്ല, ബട്ടർഫ്ലൈ, ചെറിയ തുമ്പിയെ എടുത്തിട്ട് എന്ത് ചെയ്യും? ആ തുമ്പിയുടെ അറ്റത്ത് ചെറിയ കല്ല് കെട്ടി തൂക്കിയിട്ട് ഇതിനെ കൊണ്ട് പറത്തും. അപ്പം ഇതിന് പറക്കാനൊന്നും വയ്യ, ഇതിങ്ങനെ വേദന എടുത്ത് പിടയുന്ന കാണുമ്പോൾ പിള്ളേർക്കൊരു ശരി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് നോക്കാണ്ട് കഴിയുമ്പോഴത്തേക്ക് ദൈവം അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. ഇതൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പക്ഷെ അതിനുവേണ്ടിയാണോ ദൈവം സൃഷ്ടിച്ചത്? ഇല്ല. ദൈവത്തിന്റെ സ്വഭാവമായിട്ട് ഒരിക്കലും യോജിക്കാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ്. എന്ത്? ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കളിയാണ്. അപ്പം ഇതിപ്പം മറ്റു മതക്കാരൊന്നുമല്ല, നമ്മളും പറയുന്ന, പലപ്പോഴും അറിയാതെ ആണെങ്കിലും പറയുന്ന ഒരു കാര്യമാണ്.
ഇതൊക്കെ ദൈവത്തിന്റെ ഒരു കളിയാണ് എനിക്ക് അല്ലേ. നമ്മളങ്ങനെ എന്താ നമുക്ക് മനസ്സിലാകാതെ വരുമ്പോഴത്തേക്ക് വി ജസ്റ്റ് എന്ന അവസാനം നമ്മൾ ചെന്നുപെടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവം എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ളതിനെ കുറിച്ച് ഉള്ള പഠനങ്ങളിൽ വളരെ പ്രസക്തമായ ഒരു ഉത്തരം ഞാൻ മുമ്പ് തന്നെ പറഞ്ഞ തോമസ് അക്വിനാസ് എന്ന് പറയുന്ന ദൈവശാസ്ത്രജ്ഞൻ പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞത് ക്രിയേഷൻ ഈസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗുഡ്നെസ്. സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ നന്മയുടെ പ്രകാശനമാണ്. നന്മയുടെ പ്രകാശനം. കാര്യം ദൈവം മൊത്തം എന്താണ്? നന്മയാണ്. ഈസ് ഫുൾ ഓഫ് ഗുഡ്നെസ് ആൻഡ് ഗുഡ്നെസ് കനോട്ട് കീപ് ഇറ്റ് ഇറ്റ്സെൽഫ്. അതിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടാനായിട്ട് ഒരിക്കലും നന്മയ്ക്ക് കഴിയത്തില്ല. അപ്പൊ നമ്മളിപ്പം ബൾബ് കത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനകത്തുനിന്ന് പ്രകാശം പുറത്തേക്ക് പോകും. എന്നതുപോലെ ദൈവം നന്മയാണെങ്കിൽ ആ നന്മ പ്രസരിച്ചേ പറ്റുള്ളൂ, അത് പുറത്തോട്ട് പോകണം. അങ്ങനെ ദൈവത്തിന്റെ നന്മയുടെ പ്രസരണമാണ് സൃഷ്ടി. ഇറ്റ് ഈസ് എ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗുഡ്നെസ്. ദൈവത്തിന് സൃഷ്ടിക്കാതിരിക്കാൻ കഴിയത്തില്ല. സൃഷ്ടിക്കാതിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് കത്തിച്ചിട്ട് പ്രകാശം പുറത്തേക്ക് പോകരുതെന്ന് പറയുന്ന പോലെ അസംഭവ്യമായ കാര്യമാണ്. ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ച് നോക്കിയാൽ അത് ശരിയാണ്. കാരണം ദൈവം പറയുന്ന ഓരോ സൃഷ്ടിയുടെ ഒടുവിൽ കർത്താവ് എന്താ പറയുന്നത്? ഇറ്റ്സ് ഗുഡ്. ദൈവം നല്ലതെന്ന് കണ്ടു. ബിക്കോസ് ഹി ഈസ് ഫുൾ ഓഫ് ഗുഡ് ആൻഡ് ഗുഡ്നെസ് ആൻഡ് certainly what all things he creates that also will be good naturally. അല്ലേ? ദൈവം നന്മയാണ്, അതുകൊണ്ട് ദൈവം സൃഷ്ടിക്കുന്ന എല്ലാ കാര്യങ്ങളും നന്മയായിട്ട് മാത്രമേ വരത്തുള്ളൂ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ദൈവം, അതാണ് തോമസ് അക്വിനാസിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഉത്തരം. ഇറ്റ് ഈസ് ദ റേഡിയൻസ് ഓഫ് ഗോഡ്സ് ഗുഡ്നെസ്. ഗുഡ്. പക്ഷെ ഇവിടെ നമ്മൾ 1-ാം അധ്യായം വായിക്കുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു വലിയ ഒരു ഡിലേമ ഉണ്ട്. ഇറ്റ് ഈസ് എ പസിൽ. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം നന്മയുടെ പ്രസരണമാണല്ലോ സൃഷ്ടി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ഭൂമി പാഴായും ശൂന്യമായി വിടുന്നു. ഇറ്റ് വാസ് വോയിഡ് ആൻഡ് ഷേപ്പ്ലെസ്. അതെങ്ങനെ പറ്റുന്നു? അല്ലെ, അതൊരു പസില ശരിക്കും. If God is full of goodness and if the creation is the radiance of God's goodness, then how can it be void and shapeless? ദൈവം പൂർണ്ണമായും നന്മയാണെങ്കിൽ അവൻ സൃഷ്ടിക്കുന്ന ഭൂമി അവന്റെ നന്മയുടെ പ്രസരണമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് പാഴും ശൂന്യവുമായി തീരുന്നത്, അല്ലെങ്കിൽ പാഴും ശൂന്യവുമായിരിക്കുന്നത്? അവിടെയാണ് പാഴും ശൂന്യവുമായിരുന്നു എന്ന വാക്കിന്റെ പ്രശ്നം. വേദപുസ്തകം ഒന്നുകൂടെ നമ്മൾ വിശകലനം ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴും ശൂന്യവുമായിരുന്നു എന്നല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അത് നല്ലത് തന്നെയായിരുന്നു. യെശയ്യാവിന്റെ പ്രവചനം 45-ാം അധ്യായം. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം അതിന്റെ 45-ാം അധ്യായത്തില് അതിന്റെ 18-ാം വാക്യത്തിൽ ആകാശത്തെ സൃഷ്ടിച്ച യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ തന്നെ ദൈവം, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവൻ അതിനെ ഉറപ്പിച്ചു. അടുത്തെന്താ എഴുതിയിരിക്കുന്നത്? വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത്. അവൻ അതിനെ സൃഷ്ടിച്ചത് വ്യർത്ഥമായിട്ടല്ല. ഹി ഡിഡ് നോട്ട് ക്രിയേറ്റ് ഇറ്റ് എ ഖയോസ്. ഒരു ഖയോസ് അല്ലായിരുന്നു. പാർപ്പിനത്രേ അവൻ അതിനെ നിർമ്മിച്ചത്. നോക്കുക, ദൈവം സൃഷ്ടിച്ച ഭൂമി പാഴായിട്ടല്ല ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ അത് പാഴല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അത് പാഴായിത്തീർന്നിരിക്കുകയാണ്. ഇല്ലേ? പാഴായിത്തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാ മോഡേൺ ട്രാൻസ്ലേഷൻസ് ഒക്കെ പലതും പാഴും ശൂന്യവുമായിരുന്നു എന്നുള്ളത് മാറ്റി അതിന്റെ വിവക്ഷിത തർജ്ജിമയായിട്ട് ഇറ്റ് ബിക്കെയിം വോയിഡ് ആൻഡ് ഷേപ്പ്ലെസ്. അത് പാഴും ശൂന്യവും ആയിത്തീർന്നു. അപ്പം ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. 2-ാം വാക്യം പറയുന്നത് ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു. ഈ 2 വാക്യങ്ങളുടെ ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് ഉണ്ട്. അത് എത്ര കാലം കാണും നമുക്കറിയത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ ഹിയർ, എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ 1-ാം അധ്യായം എഴുതപ്പെട്ടതിന് ശേഷം 1-ാം വാക്യം എഴുതപ്പെട്ടതിന് ശേഷം 2-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മേ ബി മില്യൺസ് ഓഫ് ഇയേഴ്സ് ഒരുപക്ഷെ ഉണ്ടായേക്കാം. കാര്യം നമുക്കറിയത്തില്ല. കാര്യം എന്നാണ് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്? വി ഡു നോട്ട് നോ. എന്നാ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചെന്നുള്ളത് നമുക്ക് അറിയത്തില്ല, അല്ലേ? എന്നാൽ ഇപ്പോൾ സെക്കൻഡ് വേഴ്സ് വന്നപ്പോഴത്തേക്ക് എന്താണ്? അത് പാഴും ശൂന്യവും ആയിരുന്നു എഴുതിയിരിക്കുന്നത്. അത് രണ്ടാമത് നോക്കുമ്പോൾ, അതായത് ബിബ്ലിക്കൽ റൈറ്റർ എന്ത് ചെയ്യുന്നു? എഴുതുന്ന ആള് ഇത് കണ്ടോണ്ടല്ലോ എഴുതുന്നത്. ഹി ഈസ് ലുക്കിംഗ് ടു ദ പാസ്റ്റ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. ദൈവാത്മാവിൽ എന്ത് ചെയ്യാണ്? പിന്നിലേക്ക് നോക്കുകയാണ്. പിന്നിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഹി സോ ഗോഡ് ക്രിയേറ്റിംഗ് ഹെവൻസ് ആൻഡ് എർത്ത്.
ഓക്കെ, ദാറ്റ് ഈസ് വൺ സീൻ. ആൻഡ് ഹി റോട്ട്, ആദ്യം ദൈവം ആകാശം ഭൂമിയും സൃഷ്ടിച്ചു. ഇത് എഴുതിയേച്ച് പിന്നെ അടുത്ത നോക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, ഹി ഈസ് സീയിങ് എ സീൻ ദാറ്റ് ഇസ് മില്യൻസ്, സംതിങ് ഹാപ്പൻഡ് ആഫ്റ്റർ മില്യൻസ് ഓഫ് ഇയേഴ്സ്. രണ്ടാമത്തെ സീൻ, നമ്മളിപ്പം ഒരു ഹൊറൈസണിൽ നമ്മൾ പോയി നിൽക്കുകയാണെങ്കിൽ എന്താണ്, വി സി ഹിൽസ് അല്ലെ, ഹിൽസ് ആണല്ലോ കാണുന്നത് അല്ലെ, കുന്നുകൾ. ഇങ്ങനെ നമ്മൾ ചക്രവാളത്തിൽ പോയി നിൽക്കുമ്പോൾ എന്താണ്, കുന്നുകൾ കാണും. അപ്പൊ കുന്നിന്റെ അപ്പുറത്ത് എന്താണ്, വേറൊരു കുന്ന്, അതിന്റെ അപ്പുറത്ത് എന്താണ്, വേറൊരു കുന്ന് ഇല്ലേ. അപ്പൊ നമ്മൾ എന്താണ് പറയുന്നത്, അങ്ങോട്ട് പോകുമ്പോൾ കുന്നുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ കുന്നുകളുടെ രണ്ടെണ്ണത്തിന് ഇടയ്ക്ക് താഴ്വരകളുണ്ട്. ഈ കുന്നുകളുടെ രണ്ട് ഇടത്തിന് ഇടയ്ക്ക് ജീവിതമുണ്ട്. അവിടെ സിറ്റീസ് കാണുമായിരിക്കും അല്ലേ. പക്ഷെ ഇതൊന്നും നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. വി സി ഓൺലി ദി ഹിൽസ്, ദ മൗണ്ടൻ ടോപ്സ് ഇല്ലേ. കാര്യം നമ്മൾ ഹൊറൈസണിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഈ മൗണ്ടൻ ടോപ്സ് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ബിബ്ലിക്കൽ റൈറ്റർ ദൈവാത്മാ നിവേശിതനായി ആദ്യം നോക്കുമ്പോൾ ഒരു ഹിൽ ടോപ്പ് കണ്ടു. വാട്ട് ഇസ് ഇറ്റ്? ഇൻ ദി ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. അവനത് കുറിച്ചു. ആൻഡ് ഹി ജസ്റ്റ് ലുക്ക് ദ സെക്കൻഡ് ഹിൽ ടോപ്പ്. ഭൂമി നോക്കുമ്പോഴത്തേക്ക് എന്താണ്, പാഴി ശൂന്യവും ആയിരുന്നു. ഇതിനിടയ്ക്ക് സംതിങ് ഹാപ്പൻഡ്. ആൻഡ് ഇറ്റ് ഈസ് ഉൽപ്പത്തി ദിവസം 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ എന്ന് പറഞ്ഞാൽ മില്യൻസ് ഓഫ് ഇയേഴ്സിന്റെ സ്റ്റോറിയാണ്. അത് കൺസൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് മാത്രമേ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്. രണ്ടാമത് നോക്കുമ്പോൾ മേ ബി ആഫ്റ്റർ മില്യൻസ് ഓഫ് ഇയേഴ്സ് ഇറ്റ് വാസ് വോയിഡ് ആൻഡ് ഷേപ്പ്ലെസ്. ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു, അല്ലെങ്കിൽ ഇറ്റ് ബിക്കെയിം വോയിഡ് ആൻഡ് ഷേപ്പ്ലെസ്. അത് ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. അപ്പോൾ ദൈവത്തിന്റെ നന്മയുടെ പ്രസരണമായ സൃഷ്ടി, ഭൂമി നന്മയായിട്ട് ദൈവം സൃഷ്ടിച്ചെങ്കിലും ഇപ്പോൾ എന്താണ്, പാഴും ശൂന്യമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എപ്പോഴാണ്, അല്ലെങ്കിൽ എന്താണ് ഇതിനെ പാഴും ശൂന്യമാക്കിയത്? എന്ത് കാരണത്താലാണ് ഇത് പാഴും ശൂന്യമായത്? അടിസ്ഥാനപരമായി നമുക്കറിയത്തില്ല. പക്ഷെ വേദപുസ്തകം ഒരു ഹിന്റ് വരുന്നുണ്ട്. 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ഭൂമി പാഴും ശൂന്യവും ആയിത്തീർന്നു. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. നോക്ക്, ഇരുളിന്റെ രംഗപ്രവേശം വേദപുസ്തകം പറയാണ്. വേദപുസ്തകം ഒരു വളരെ ഫെയ്ത്ത്ഫുൾ ബുക്കാണ്. ഇരുളുണ്ടായ കാര്യം ഒന്ന് വെറുതെ അങ്ങ് അവോയ്ഡ് ചെയ്തൊന്നുമില്ല. ഇത് എഡിറ്റഡ് ആണെന്നൊക്കെ ഞാനൊക്കെ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഒക്കെ ഇതൊക്കെ വെട്ടിക്കളഞ്ഞിന്. ഏതാ ഇത് എഡിറ്റഡ്? വേദപുസ്തകം എഡിറ്റഡ് അല്ലെന്നുള്ളതിന്റെ തെളിവ് എന്നറിയാമോ? വേദപുസ്തകത്തിലെ ദാവീദ് തെറ്റ് ചെയ്താലും അതും വേദപുസ്തകത്തിൽ പറയും. ഇത് തന്നെയല്ല, മൈനർ ഡീറ്റെയിൽസ് ഒത്തിരി എന്തുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാത്ത പല കാര്യങ്ങൾ ഉണ്ട്. ഇപ്പൊ എല്ലാവരും പറയുന്ന വേദപുസ്തകം തിരുത്തുകയാണെങ്കിൽ ഏതൊരു നോർമൽ എഡിറ്റർക്കും തിരുത്താവുന്ന എന്തെല്ലാം കാര്യങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അവർ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്സ് പറയുമ്പോഴത്തേക്ക് വലിയ നിത്യജീവനെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത്, വാട്ട് ഈസ് ഹിസ്റ്റോറിക്കൽ എറേഴ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ. കാര്യം വേദപുസ്തകം എഴുതിയത് ഹിസ്റ്ററി പഠിപ്പിക്കാനൊന്നുമല്ല. വേദപുസ്തകം എഴുതിയത് എന്തിനു വേണ്ടിയാണ്? മനുഷ്യന്റെ അത് ഡീൽ ചെയ്യുന്ന സബ്ജക്ട് തന്നെ മനുഷ്യന്റെ മൊറാലിറ്റിയാണ്. ആൻഡ് ദ സ്പിരിച്വാലിറ്റി ആൻഡ് മൊറാലിറ്റി ഓഫ് എ മാൻ. അതുകൊണ്ട് ഇറ്റ് ഡീൽസ് വിത്ത് സ്പിരിച്വാലിറ്റി, ഇറ്റ് ഡീൽസ് വിത്ത് മൊറാലിറ്റി ഓഫ് എ പേഴ്സൺ. അതുകൊണ്ട് വേദപുസ്തകത്തിനകത്ത് ഈ ഡീറ്റെയിൽസിന്റെ ഒന്നും ബൈബിൾ ഡസന്റ് ഗിവ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ്. ഇറ്റ് ഡസന്റ് ഗിവ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻസ്. എന്നാൽ ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് എഡിറ്റഡ് എന്നുള്ളതിന്റെ തെളിവാണ് ഇതിനകത്ത് കോൺട്രഡിക്ഷൻ. ഈയിടെ ഐ ഗോട്ട് an email. Somebody sent an email. 101 contradictions in the Bible. വേദപുസ്തകത്തിലെ 101 കോൺട്രഡിക്ഷൻ. അപ്പൊ മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഇതുമായിട്ട് യോജിക്കത്തില്ല, ഇതിന്റെ കാലം ശരിയല്ല, കാലം അങ്ങനത്തെ ഒത്തിരി കോൺട്രഡിക്ഷൻസ് ആണ്. ഞാൻ പറഞ്ഞത് ദാറ്റ് ഇസ് ഗുഡ്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഒറിജിനൽ ബുക്ക്. ഇത് ഒറിജിനൽ അല്ലെങ്കിൽ എന്ത് ചെയ്തേന്? ഇതെല്ലാം ശരിയാക്കിയല്ലേ കാലഗണനയും. ഇപ്പം ശൗൽ എന്ത് ചെയ്തു? ദാവീദിനെ ഒരുക്കി പറച്ചട്ടയൊക്കെ കൊടുത്ത് അവനെ യുദ്ധത്തിന് പുറപ്പെട്ടാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദാവീദ് അബ്നേരിനോട് ചോദിക്കുക, അബ്നേരെ ആ പയ്യനേതാ അവിടെ നിൽക്കുന്നത്? മുമ്പേ കൊണ്ട് പറഞ്ഞു വിട്ടല്ലേ ഉള്ളൂ ഇല്ലേ? പക്ഷെ ബിബ്ലിക്കൽ റൈറ്റേഴ്സ് എന്ത് ചെയ്തില്ല? ഇത് രണ്ടും കൂടെ യോജിക്കത്തില്ല എന്നൊന്നും പറഞ്ഞ് എന്ത് ചെയ്തില്ല? ഈ കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? സോ if you can find some contradictions in the Bible, that is the proof that this Bible is an original Bible. ആരും ഇത് തിരുത്തിയിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇതിനകത്തെ കോൺട്രഡിക്ഷൻ. അതാണ് ലിറ്റററി സ്റ്റഡീസിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതറിയാൻ വയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ബേജാറാകുന്നത്. അയ്യോ അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറയുന്നത്. ദിസ് ഇസ് ദി ഒറിജിനൽ ബൈബിൾ. സോ വാട്ട് ഐ സെഡ്, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു